കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നല്ല പൊന്നും കട്ടി വണ്ടിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ സൈഡിൽ തന്നെ കിടക്കുന്നുണ്ട്. സംഭവം കാണുമ്പോൾ ഞാൻ എടുത്തു പറയേണ്ടല്ലോ, വണ്ടി ഏതാണ്? നിസാൻ മൈക്ര എക്സ് വി ആണ്. എല്ലാവിധ ഫീച്ചേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള നല്ല ടോപ്പ് ക്വാളിറ്റിയിൽ നിൽക്കുന്ന വണ്ടി. നിങ്ങൾക്ക് കണ്ണും പൂട്ടി വാഹനം എടുക്കാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി നിലവിൽ 2013 ഇതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങൾ വന്നേക്കണം. ഇത് ജസ്റ്റ് കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ 60,000 ചില്ലാൻ കിലോമീറ്റർ മാത്രമേ വണ്ടി ഇപ്പോൾ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്, ഓട്ടോമാറ്റിക്കാണ്. അതാണ് ഈ വാഹനത്തിൻ്റെ ഹൈലൈറ്റ്. ഓട്ടോമാറ്റിക് മൈക്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോകാനായിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരെന്നൊക്കെ വേണം നമുക്ക് ഒന്ന് ഹൈപ്പ് കൂട്ടി പറയാം. കാരണം അത്രയ്ക്ക് ഡിമാൻഡ് നിൽക്കുന്ന വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ ഈ വാഹനം കണ്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ് നിങ്ങൾ നോക്കണത്, ഒരു 3 lakhs റേഞ്ചിലൊക്കെയാണ് നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ വാഹനം കണ്ണും പൂട്ടി എടുത്തോ. അതിനുള്ള മുതലും കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്കുണ്ട്. അപ്പോൾ ഫുൾ കണ്ടേക്കാം. ഇൻറ്റീരിയേഴ്സ്, എക്സ്റ്റീരിയേഴ്സ്, എഞ്ചിൻ ഭാഗം, ടയർ കണ്ടീഷൻ എല്ലാം വിശദമായിട്ട് തന്നെ കാണിച്ചു പോകുന്നുണ്ട്. എക്സ് വി ആണ് ഓപ്ഷൻ. അപ്പോൾ എല്ലാവിധ ഫീച്ചേഴ്സും ഞാൻ കവർ ചെയ്യുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. എവിടെയൊക്കെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കൂടി തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. വീഡിയോ കണ്ടു വരാം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഈ കിടക്കുന്ന മൈക്രയാണ്. മൈക്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നിസാനിനെ കുറിച്ച് അറിയാവുന്ന ആൾക്കാരുടെ പ്രിയ വാഹനമാണ് മൈക്ര. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മൈക്രയുടെ ഓടിക്കാനുള്ള സുഖവും അതേപോലെ ഒരു കോമ്പാറ്റബിലിറ്റിയും, പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മൈക്രനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് എക്സ് വി ഓപ്ഷനിൽ വന്നിരിക്കുന്ന വണ്ടിയാണ്. എക്സ് വി ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒട്ടുമിക്ക ഫീച്ചേഴ്സും വണ്ടിനകത്ത് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. വണ്ടിയുടെ ഫുള്ള് വീഡിയോയിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഇതിൻ്റെ ത്രൂ ഔട്ട് വീഡിയോ ഞാൻ കവർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗങ്ങളും വിശദമായിട്ട് പോകുന്നുണ്ട്. അതേപോലെ നമുക്കിനി വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂ, സൈഡ് വ്യൂവും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് നോക്കണം. വണ്ടിയുടെ ഇതാണ് വണ്ടിയുടെ ഒരു 360 ഡിഗ്രി വ്യൂ എന്നൊക്കെ വേണ്ടി നമുക്കിവിടെ പറയാം. അപ്പോൾ അതിൻ്റെ ടോപ്പ് വ്യൂ നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ടോപ്പ് വ്യൂ നമുക്കിവിടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇനി ഓരോ ഭാഗങ്ങളിലേക്ക് കിടക്കാം. വീലാസിലേക്ക് പോകാം. വീലാസായാലും നല്ല ക്വാളിറ്റി നിൽക്കുന്ന വീലാസും കൂടെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സൊക്കെ തന്നെ അലോയ്സും പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സും നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ ബോണറ്റിലേക്ക് വരാം. ബോണറ്റായാലും നല്ല നീറ്റ് അടിക്കുന്ന ബോണറ്റും കൂടെ കാണാൻ പറ്റും. ഒരു സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ ബോണറ്റിൽ നമുക്കിവിടെ കിട്ടുന്നില്ല. വിൻഷീൽഡായാലും നല്ല നീറ്റ് അടിക്കുന്ന വിൻഷീൽഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ ലാമ്പിലേക്ക് വരാം. ലാമ്പ് നല്ല നീറ്റ് അടിക്കുന്ന ലാമ്പ് നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സ് ആയാലും നല്ല നീറ്റ് അടിക്കുന്ന ബമ്പേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ലാമ്പിലേക്ക് വരാം. ലാമ്പ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലാമ്പ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടുത്തെ വീലാസിലേക്ക് വരികയാണെങ്കിൽ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വീലാസും കൂടെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പ് നല്ല ടയേഴ്സൊക്കെ ഉണ്ട്. അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. രണ്ട് ഡോറിലേക്കും പോവാം. രണ്ട് ഡോറും ഇവിടെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ ഡോർസും കൂടെ കാണാൻ പറ്റും. ഒരു റീപെയിൻ്റോ കാര്യങ്ങളോ വന്നിട്ടുള്ള ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസും നീറ്റായിട്ട് ഇരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സൊക്കെ ഉണ്ട്. അലോയ്സും കാര്യങ്ങളൊക്കെ കമ്പനി ഒറിജിനൽ അലോയ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്കിവിടെ വിൻഷീൽഡിലേക്ക് വരാം. വിൻഷീൽഡ് നല്ല നീറ്റായിട്ടിരിക്കുന്നു. ഈ ഫോക്കസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റിയറിൽ വൈപ്പർ വരുന്നുണ്ട്. അതേപോലെ ലിഡിലേക്ക് വരാം. ലിഡായാലും നീറ്റായിട്ടിരിക്കുന്ന ലിഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സും നല്ല ടോപ്പ് ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സും നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസും നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സൊക്കെ ഉണ്ട്. അലോയ്സും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. രണ്ട് ഡോറിലേക്കും വരാം. രണ്ട് ഡോറും നല്ല നീറ്റായിരിക്കും ഡോർസ്. കീല സെൻറ്ററിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡോറിന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ കേട്ടോ നല്ല അവർ നല്ല കളർ കോമ്പിനേഷനിലാണ് നിൽക്കണം. പവർ വിൻഡോസും ബാക്കിയുള്ള കൺട്രോൾസൊക്കെ വരുന്നുണ്ട്. ഇൻറ്റീരിയേഴ്സ് നോക്കുമ്പോൾ സീറ്റ്സ് നോക്കാം. സീറ്റ്സ് ആയാലും നല്ല ടോപ്പ് ക്വാളിറ്റിയിൽ നിൽക്കുന്ന സീറ്റ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഡാഷ്ബോർഡിലേക്ക് വരാം. ഡാഷ്ബോർഡ് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു. എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. കിലോമീറ്റേഴ്സ് നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ കീയും കാര്യങ്ങളൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് നോക്കാം. കിലോമീറ്റേഴ്സ് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ കീ വന്നേക്കണേ. നമുക്ക് ജസ്റ്റ് ഒന്ന് പവർ ഓൺ ചെയ്യാം. ഇവിടെ പുഷ് സ്റ്റാർട്ട് ബട്ടണൊക്കെ ഉണ്ട്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 62,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഇപ്പം നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ. അതാണ് എടുത്തു വരേണ്ട കാര്യങ്ങൾ. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് AC യുടെ കൺട്രോളും കാര്യങ്ങളൊക്കെ കാണാം. അതേപോലെ നല്ല ക്വാളിറ്റി മെയിൻ ചെയ്യുന്ന സ്വിച്ചസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓട്ടോമാറ്റിക്കിൻ്റെ ഗിയർ നോവ് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ നമുക്കിനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഡോർസൊക്കെ നോക്കാം. ഡോറൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കും. ഡോർ നമുക്ക് കിട്ടുന്നുണ്ട്. ഫ്രണ്ട് പോർഷനൊക്കെ നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു. അതേപോലെ തന്നെ നമുക്കിനി ഈ ഭാഗം നോക്കി നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന സൈഡ് പോർഷൻ, മിഡിൽ പോർഷൻ, അതുപോലെ സീറ്റ്സൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. റൂഫായാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന റൂഫ് നമുക്ക് ഇവിടെ കാണാം. അതേപോലെ നമുക്കിനി ഇവിടെ പാസഞ്ചർ സൈഡിലേക്ക് നോക്കാം. ഡോർ ഓപ്പൺ ചെയ്യാം. നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഡോർ പാഡ്സ് കിട്ടുന്നുണ്ട്. അതേപോലെ നമുക്കിനി ന്യായമായിട്ടുള്ള ലെഗ് റൂം നിൽക്കുന്നുണ്ട്. ഹെഡ്രസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പാസലിലേക്ക് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന പാസലിൻ്റെ നമുക്ക് ഇവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ ഒരു ഇൻറ്റീരിയേഴ്സിൽ കാണിക്കാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും, റേറ്റുള്ള ബോണറ്റും അതേപോലെ ബൂട്ടും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ റൂം.
നല്ല പക്ക ക്വാളിറ്റി എന്തെങ്കിലും എഞ്ചിൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പൊന്നും കെട്ടി വണ്ടി എന്നൊക്കെ നമുക്ക് പറയാം. അത്രയ്ക്ക് ബോഡി ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടിയാണത്. എന്തെങ്കിലും ലീക്കേജൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അതേപോലെ പേസ്റ്റിംഗ് ഒക്കെ നോക്കാം. പേസ്റ്റിംഗ് ഒക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന പേസ്റ്റിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. ഫ്രണ്ട് പോർഷൻ ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഫ്രണ്ട് പോർഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. അതുപോലെ ഇവിടുത്തെയും പേസ്റ്റിംഗ് നോക്കാം. പവർഫുൾ ബാറ്ററിയാണ് വന്നേക്കണേ. അത് നമുക്ക് ലിഡിലേക്ക് പോയാൽ ലിഡായാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ലിഡ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിലും പാച്ചോ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ ആ ഒരു എഞ്ചിൻ റൂമിൽ നിന്ന് കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ഇതിൻ്റെ ബൂട്ടിലേക്കൊന്ന് പോയേക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. കുഴപ്പമില്ലാത്ത സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ചെറിയ അഴുക്കും കാര്യങ്ങളൊക്കെ ഇവിടെ പ്ലാറ്റ്ഫോമിൽ കാണാം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പ്ലാറ്റ്ഫോമാണ്, അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ടയേഴ്സൊക്കെ നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സ് വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെയുള്ള വാഹനത്തിൻ്റെ ആ ഒരു ഫുൾ പോർഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. പാർസൽ ട്രയലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഒരു പാർസൽ ട്രേ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. എഡ്ജസിലേക്ക് പോയേക്കാം. എഡ്ജസ് എന്തെങ്കിലും രീതിയിൽ ഡാമേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് ഇവിടെ നോക്കാവുന്നതാണ്. ലിഡിലേക്ക് പോകാം. ലിഡായാലും നമുക്കിവിടെ നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ലിഡ് നമുക്ക് ഇവിടെ കിട്ടുന്നു. അപ്പോൾ ഇതിലേക്കായിരുന്നു വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് കാണിക്കാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. നമുക്ക് കിളിക്കുഞ്ഞെന്നൊക്കെ പറയില്ലേ, ആ രീതിയിലിരിക്കുന്ന വണ്ടിയാണ്. 2013 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. 13 മോഡൽ നിസാൻ്റെ മൈക്ര XV എല്ലാവിധ ഫീച്ചേഴ്സും നിലവിൽ അവൈലബിൾ ആണ്. നമുക്ക് റേറ്റിലേക്ക് കിടക്കാം. റേറ്റിലേക്ക് കിടന്നേക്കാകുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഈ ഒരു XV 2013 രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഈ ഒരു മൈക്രയുടെ റേറ്റ്, ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3,95,000 രൂപ നെഗോഷ്യബിൾ പ്രൈസ് ആയിരിക്കും. വീഡിയോ എന്താ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വിളിക്കാം, സംസാരിക്കാം, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു XV ഓപ്ഷനിൽ വന്നേക്കണം മൈക്രയുടെ വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട്. ഫോളോ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.